കഴിഞ്ഞ ആഴ്ചയുണ്ടായ റെക്കോർഡ് മഴയിൽ നിന്നും രാജ്യം കരകയറി വരികയാണ്. ഈ സമയത്താണ് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. 200 കോടി ദിർഹത്തിന്റെ പാക്കേജാണ് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. പ്രത്യേക മന്ത്രിസഭാ സമിതിയെ ഇതിന്റെ വിതരണവും ആർക്കൊക്കെ നൽകണം എന്നുള്ള കാര്യത്തിൽ അതേക്കുറിച്ച് പഠിക്കാനും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്വദേശികൾക്കാണ് നൽകുക. സ്വദേശികളുടെ വീടുകൾക്കുണ്ടായിട്ടുള്ള കേടുപാടുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം, അതിന്റെ അറ്റകുറ്റപ്പണികൾ, ഇവയ്ക്കാണ് ഈ പണം നൽകുക എന്ന് മന്ത്രിസഭ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു തീരുമാനം ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് വന്നതാണ്. ദുബായ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് 16-ാം തീയതി ദുബായിലുണ്ടായിട്ടുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള എല്ലാ പിഴയും എഴുതി തള്ളുമെന്ന് ദുബായ് പോലീസ് അറിയിക്കുന്നുണ്ട്. ദുബായിലെ ഗതാഗത പിഴകളെല്ലാം തന്നെ ചൊവ്വാഴ്ചത്തേത് എഴുതി തള്ളും. മറ്റൊരു തീരുമാനം ഷാർജയിൽ നിന്നും ഇന്ന് വന്നതാണ്. അതും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. ഷാർജയിലെ കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ് ഏറ്റവും അധികം ഈ പ്രളയ ദുരിതം ഉണ്ടായിരുന്നത്. അവിടുത്തെ വെള്ളമെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദി പള്ളിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന താൽക്കാലിക സംവിധാനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ആളുകൾക്ക് സാധാരണ ജനജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ദുബായ് മെട്രോ സർവീസുകൾ കൂടുതൽ സുഗമമായി പോകുന്നു എന്നുള്ളതെല്ലാം തന്നെ അറിയിക്കുന്നു. ഏതായാലും ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് ഈ ദിവസം UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ദുബായിൽ നിന്നും ഷീർക്കൊടിയിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.